പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കാൻ വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് LDF പ്രവർത്തകർ. സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും MP പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ലെന്ന പ്രതിഷേധം ഉയർത്തിയാണ് CPIM പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. MP എവിടെയെന്ന ചോദ്യം ശക്തമായി ഉയരുകയാണിപ്പോൾ വയനാട്ടിൽ. രാധയെ കടുവ ആക്രമിച്ചു കൊന്നതിന് പിന്നാലെ പ്രതികരിച്ച് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വയനാട്ടിൽ നിരന്തരമായി നടക്കുന്ന വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും അതിനാൽ ജനങ്ങളുടെ ആശങ്കയകറ്റി സുരക്ഷ ഉറപ്പാക്കുന്ന നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യവും പ്രിയങ്ക ഗാന്ധി ഉയർത്തിയിരുന്നു. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് 47-കാരിയായ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. തണ്ടർ ബോൾട്ട് ടീമായിരുന്നു പകുതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. രാധ മാനന്തവാടിൽ വനംവകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യ കൂടിയാണ്. കാപ്പിക്കുരു പറിക്കുന്നതിനായി എസ്റ്റേറ്റിലേക്ക് വന്ന രാധയെ കടുവ പതുങ്ങിയിരുന്നായിരുന്നു ആക്രമിച്ചത്. രാധയുടെ കഴുത്തിൽ കടിച്ചു വലിച്ച് കടുവ 100 മീറ്ററോളം വലിച്ചിഴക്കുകയും ചെയ്തു. ഈ ക്രൂര സംഭവം വാർത്തയായതിനു പിന്നാലെ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രാധയുടെ കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാമെന്ന പ്രഖ്യാപനവുമായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തിയത്. ജനരോഷം അലയടിച്ചതോടെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ചീഫ് വൈൽഡ് വാർഡൻ പിന്നീട് കടുവയെ കൊല്ലാൻ ഉത്തരവിറക്കുകയായിരുന്നു. കടുവ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ നിലയുറപ്പിച്ചതായി വ്യക്തമായതോടെ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞയും കർഫ്യൂവും പ്രഖ്യാപിക്കുകയും ചെയ്തു. പോലീസ്, വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയ അടക്കമുള്ള സംഘം സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. കടുവയ്ക്കായി വനംവകുപ്പും പോലീസും വലവിരിച്ച് കാത്തിരിക്കെ രാവിലെ വയനാട് പിലക്കലിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയ നരഭോജി കടുവ കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് വനംവകുപ്പ് അറിയിച്ചതും. രാധയെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണ് ചത്തതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കടുവയുടെ വയറ്റിൽ നിന്ന് രാധയുടെ ശരീരാവശിഷ്ടങ്ങളും കമ്മലും സാരിയുടെ ഭാഗങ്ങളും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട രാധയുടെ വീട് വയനാട് MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റ് സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങി മറ്റ് നേതാക്കളും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ 11:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗമായിരുന്നു വയനാട്ടിലേക്ക് പോയിരുന്നത്. ആത്മഹത്യ ചെയ്ത DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബത്തെയും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുകയുണ്ടായി. മലയോര മേഖലയിൽ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള പഴയതോ പുതിയതോ ആയ രീതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റു സംസ്ഥാനങ്ങൾ വന്യമൃഗങ്ങളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റുന്നതിനുള്ള പുതിയ രീതികളെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഈ സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവരുടെ വിധിക്ക് യഥാർത്ഥത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സർക്കാർ തീർത്തും നിസ്സംഗരാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി.